കൊച്ചിയിലെ തൃപ്പൂണിത്തുറ പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പുരാവസ്തു മ്യൂസിയവും കൊട്ടാരവുമാണ് ഹിൽ പാലസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയമാണിത്. കൊച്ചി മഹാരാജാവിൻ്റെ ഭരണ കാര്യാലയവും ഔദ്യോഗിക വസതിയും ആയിരുന്നു ഇത്. 1865 നിർമ്മിച്ച ഈ കൊട്ടാര സമുച്ചയത്തിൽ 54 ഏക്കർ വിസ്തൃതിയിൽ 49ഓളം കെട്ടിടങ്ങളുണ്ട്. പരമ്പരാഗത വാസ്തുവിദ്യാ ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു പുരാവസ്തു മ്യൂസിയം, ഒരു പൈതൃക മ്യൂസിയം, പാർക്ക്, ഒരു ചരിത്രാതീത പാർക്ക്, കുട്ടികളുടെ പാർക്ക് എന്നിവ ഈ സമുച്ചയത്തിലുണ്ട്. മ്യൂസിയത്തിൻ്റെ ക്യാമ്പസ് വിഭാഗം നിരവധി അപൂർവ ഔഷധ സസ്യങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. നിലവിൽ കൊട്ടാരം കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഒരു മ്യൂസിയമാക്കി മാറ്റി പൊതുജനങ്ങൾക്കായി തുറന്നിരിക്കുന്നു. നഗരത്തിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ അകലെയാണ് ഈ കൊട്ടാരം. കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പ് സ്ഥാപിച്ച ഒരു സ്വയംഭരണ ഗവേഷണ പരിശീലന സ്ഥാപനമായ സെൻറ്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ് ഇവിടെ പ്രവർത്തിക്കുന്നു. നാഷണൽ മിഷൻ ഫോർ മാനുസ്ക്രിപ്റ്റ്സ് CHSനെ മാനുസ്ക്രിപ്റ്റ് കൺസർവേഷൻ സെൻറ്റർ എന്നും മാനുസ്ക്രിപ്റ്റ് റിസോഴ്സ് സെൻറ്റർ എന്നും നാമകരണം ചെയ്തിട്ടുണ്ട്. 1865 കൊച്ചി മഹാരാജാവ് നിർമ്മിച്ച ഹിൽ പാലസ് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയമാണ്. കൊച്ചി രാജ്യത്തിൻ്റെ ഔദ്യോഗിക തലസ്ഥാനം മുമ്പ് തൃശ്ശൂരിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. മഹാരാജാവിൻ്റെ രാജകീയ കാര്യാലയവും കോടതിയുമെല്ലാം നഗരത്തിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. എന്നിരുന്നാലും ആചാരപരമായ കൊച്ചി രാജകുടുംബത്തിന് പാരമ്പര്യമുണ്ടായിരുന്നതിനാലും രാജാവ് ഭരിക്കുന്ന സംസ്ഥാനത്തിൻ്റെ പരമാധികാരിയായി രാജ്ഞിയെ കണക്കാക്കിയിരുന്നതിനാലും കൊച്ചി രാജ്ഞിയുടെ ഇരിപ്പിടം രാജകീയ തലസ്ഥാനമാക്കി കണക്കാക്കപ്പെട്ടിരുന്നു. 1755 മുതൽ രാജ്ഞിയും അവരുടെ പരിവാരങ്ങളും തൃപ്പൂണിത്തുറയിൽ താമസിച്ചു. അതുവഴി നഗരത്തെ ഔദ്യോഗിക തലസ്ഥാനമാക്കി. കൂടാതെ രാമവർമ്മ രാജകുമാരൻ തൃപ്പൂണിത്തുറയിലാണ് വളർന്നത്. അതിനാൽ രാജാവായി കിരീടധാരണം ചെയ്തതിനു ശേഷവും തൃശ്ശൂരിലേക്ക് മാറുന്നതിന് പകരം ആ നഗരത്തിൽ താമസിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രയോജനത്തിനായി 1865 ഒരു രാജകീയ ഓഫീസ് നിർമ്മിക്കപ്പെട്ടു. തുടക്കത്തിൽ ഇതൊരു രാജകീയ ഓഫീസ്, കോടതി കെട്ടിടം, രാജകീയ സെക്രട്ടറിമാരുടെയും കോടതിയിലെ പ്രഭുക്കന്മാരുടെയും ഓഫീസുകൾ എന്നിവയായി ആരംഭിച്ചു. എന്നാൽ താമസിയാതെ വിവിധ ആവശ്യങ്ങൾക്കായി പുതിയ കെട്ടിടങ്ങൾ ഉയർന്നു വന്നു. ഒട്ടേറെ അപൂർവ വസ്തുക്കൾ നമ്മളെ കാത്ത് ഈ കൊട്ടാരത്തിലുണ്ട്. കൊച്ചി രാജകുടുംബത്തിൻ്റെ ആദ്യ ഭരണകാലത്തെ കിരീടം, ആഭരണങ്ങൾ, പെയിൻറ്റിങ്ങുകൾ, കല്ലിലും മാർബിളിലുമുള്ള ശില്പങ്ങൾ, ആയുധങ്ങൾ, ലിഖിതങ്ങൾ, നാണയങ്ങൾ എന്നിവയുൾപ്പെടെ 14 വിഭാഗങ്ങളിലായി പ്രദർശനങ്ങൾ മ്യൂസിയത്തിൽ ഒരുക്കി വച്ചിട്ടുണ്ട്. മ്യൂസിയത്തിലെ പ്രധാന ആകർഷണങ്ങൾ കൊച്ചി രാജകുടുംബമാണ് സംഭാവന ചെയ്തത്. പാലിയം ദേവസ്വം, പുരാവസ്തു വകുപ്പ് എന്നിവയിൽ നിന്നുള്ള ചില പ്രദർശനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. വിലയേറിയ കല്ലുകൾ പതിച്ച സ്വർണ്ണ കിരീടവും വിലപ്പെട്ട നിരവധി നാണയങ്ങൾ, ആഭരണങ്ങൾ, ഗംഭീരമായ കിടക്കകൾ, എപ്പിഗ്രാഫിയുടെ സാമ്പിളുകൾ എന്നിവ മ്യൂസിയത്തിൻ്റെ ശേഖരത്തിൽ ഉൾപ്പെടുന്നുണ്ട്. മണിച്ചിത്രത്താഴ് എന്ന മലയാള ചലച്ചിത്രം ഇവിടെയാണ് ചിത്രീകരിച്ചത്. ചരിത്ര വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും എന്നും ഒരു പാഠപുസ്തകം തന്നെയാണ് ഈ തൃപ്പൂണിത്തുറ പാലസ് അഥവാ ഹിൽ പാലസ്. നിരവധി എണ്ണഛായാചിത്രങ്ങൾ ഇവിടുത്തെ ഒരു പ്രത്യേകതയായി കണക്കാക്കപ്പെടുന്നു. രാജാക്കന്മാർ ഉപയോഗിച്ച കുതിരവണ്ടികളുടെ ഒരു പ്രത്യേക പവലിയൻ കൂടി ഇവിടെയുണ്ട്.